ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് വിർജിൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നാണ് ഒരാൾ ചോദിച്ചത്. ആരുടെ ചോദിച്ചേ? ഇനി മേലിൽ അങ്ങനെ ചോദിക്കരുത്. ഈ ചോദ്യം ചോദിച്ച ആള് മലപ്പുറംകാരനാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. ഞാനൊരു പ്രൊഫൈൽ കയറി നോക്കിയപ്പോ ചെമ്മാട് കണ്ടു. അപ്പൊ എനിക്ക് തൃപ്തിയായി. കാരണം വേറൊന്നുമല്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് സെക്സ് എഡ്യൂക്കേഷന്റെ കുറവ് നല്ലോണം ഉണ്ട്. ഞാനൊരു മലപ്പുറംകാരനാ. എന്റെ നാട്ടുകാര് അതാണ്, മലപ്പുറം ജില്ലക്കാർക്ക് സെക്സ് എഡ്യൂക്കേഷന്റെ നല്ലൊരു കുറവുണ്ട്. നീ മലപ്പുറം ജില്ലക്കാരനല്ലേ ശ്യാമോനെ? ആണ്. നിന്റെ ഉപ്പയും ഉമ്മയും മലപ്പുറം ജില്ലക്കാരല്ലേ? ആണ്. അപ്പൊ അവർക്കും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് കാര്യമായിട്ടൊന്നും അല്ല, അതറിയാം. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യും, ഒരു കല്യാണമൊക്കെ കഴിച്ച് അന്ന് തന്നെ പന്തലൊന്നും പൊളിക്കാൻ നിൽക്കണ്ട, വേഗം മലപ്പുറം ടൗണിലേക്ക് വിടുക. അവിടെ ഇരുന്നിട്ട് ഒരു കട്ടിൽ വിട്ടിട്ട് നാട്ടുകാരൊക്കെ വിളിച്ചു കൂട്ടി എന്താണ് സെക്സ് എന്നും എങ്ങനെയാണ് സെക്സ് ചെയ്യേണ്ടതെന്നും ഒരു ഡെമോ സഹിതം ഒന്ന് വിവരിച്ചു കൊടുക്ക്. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ. മറക്കണ്ട കേട്ടോ. പറഞ്ഞു. പിന്നെ ഈ വിർജിനിറ്റി അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇന്നത്തെ കാലത്ത് പല ആൾക്കാർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാവും, സാധാരണയാണത്. ഇറ്റ്സ് എ നോർമൽ തിങ്. ഈ റിലേഷൻഷിപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഫിസിക്കൽ ആവുന്നതും അതും കോമൺ ആണ്, അതും നോർമലാണ്, ഒരു തെറ്റും പറയാൻ പറ്റില്ല. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് വേറെ അഫെയറിലോട്ട് പോകുമ്പോഴാണ് അത് വലിയ പ്രശ്നമാണ്. എന്റെ പൊന്നു ശ്യാമോനെ, ഇന്നത്തെ കാലത്ത് വിർജിനിറ്റി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതിൽ അർത്ഥമല്ലാന്നറിയാം. പക്ഷേ അതാണ് ശരി എന്ന് പറഞ്ഞു വെക്കരുത്. നിന്റെ വാക്കുകൾ കേൾക്കാൻ ഒരുപാട് ആളുകളുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടെങ്കിൽ നീ പറഞ്ഞു കൊടുക്കേണ്ടത് അങ്ങനെയല്ല. ഒരു മോശപ്പെട്ട സംഗതി ഒരു സമൂഹം മുഴുവൻ ചെയ്യുന്നത് കൊണ്ട് അത് മോശമല്ലാതാവുന്നില്ല. അതിനെങ്ങനെ നോർമലൈസ് ചെയ്യല്ലേ? എന്റെ പൊന്നു ശ്യാമോനെ, നിനക്കൊരു മകളോ ഒരു പെങ്ങളോ ഉണ്ടെങ്കിൽ രാവിലെ സ്കൂളിലേക്കോ കോളേജിലേക്കോ എന്ന് പറഞ്ഞ് ആ പുറത്തിറങ്ങുന്ന പെൺകുട്ടി വൈകുന്നേരം രാത്രി 7 മണിക്കോ 8 മണിക്കോ 10 മണിക്കൊക്കെ കണ്ടവന്റെ കൂടെ കേറി ഇറങ്ങി വരുമ്പോ നീ അവളെ തോളിൽ തട്ടി വെൽഡൻ എന്ന് പറയോ? അഭിനന്ദിക്കോ? ഇല്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊന്നും നോർമലൈസ് ചെയ്യരുത്. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നല്ല. അപ്പൊ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. പക്ഷേ നിന്നെ പോലെ ആവൂല എല്ലാവരും. ജീവിതത്തിൽ മറ്റൊരു പെണ്ണിനോടും ഫിസിക്കലി ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിക്ക് അവൻ കല്യാണം കഴിക്കുന്ന ഒരു പെണ്ണ് വിർജിൻ ആവണം എന്ന് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരും നിന്നെ പോലെ ആവൂല. നീ അത്ര നല്ലവനൊന്നും അല്ല, നീ ആദ്യം പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ നിനക്ക് കിട്ടുന്ന പെണ്ണും വിർജിൻ ആയിക്കൊള്ളണം എന്ന് യാതൊരു നിർബന്ധമില്ല. അത് നിന്റെ കാര്യം. പക്ഷെ അതാണ് ശരി എന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന രീതിയിൽ സംസാരിക്കല്ലേ.